മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം എന്ന പ്രേക്ഷകർക്ക് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാതെ പറയാൻ സാധിക്കും. ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പങ്കുവച്ച ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്നത് മൂന്നാമത്തെ മകൾ ഇഷാനിയെക്കുറിച്ചാണ്. ഇഷാനി കൃഷ്ണ എന്ന മോഡലും താരത്തിൻ്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഇപ്പോഴിതാ വീട്ടിലെത്തി ഇന്ന് നല്ലൊരു വ്ളോഗൊക്കെ എടുക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇഷാനി ജിമ്മിൽ പോയി വിരൽ നീരുമായി വന്നത്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് സിന്ധു പറയുന്നു. ജിമ്മിൽ പോയി എന്തോ ചെയ്തപ്പോൾ അവളുടെ കാലിന് ചെറിയ പരിക്ക് സംഭവിച്ചു. വിരൽ നീരായിരിക്കുന്നുണ്ട്. ഒടിവോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് സിന്ധു പറയുന്നു. ചെറിയൊരു മൈനർ ലിഗമെന്റ് ടയർ അല്ലെങ്കിൽ ചെറിയ ഒരു ഒടിവ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. കെട്ടി തിരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തന്നെ അവർ തിരിച്ചയക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ ആശുപത്രി കാര്യങ്ങളൊക്കെ വഴി വരുന്നത് ഓസി അല്ലെങ്കിൽ ഇപ്പോൾ ഓമിയും ഹൻസികയൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇഷാനിക്ക് ഇങ്ങനെ ഒരു സംഭവം. ജിമ്മിൽ പല കസരത്തും കാണിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഇങ്ങനെയൊന്നും നമ്മൾ കാണാത്തത്. വളരെയധികം ശരീരം നന്നായി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അധികം ഇഞ്ചുറീസും സംഭവിക്കാത്തൊരു കുട്ടിയാണ്. എന്തോ വാക്കല്ലാതെ സംഭവിച്ചു. എന്തു തന്നെയായാലും ആശുപത്രിയിൽ കൊണ്ടുപോയി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ. അതോടെ ഞങ്ങൾക്കും സമാധാനമായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇഷാനി അങ്ങനെ നീരുമായി വന്നപ്പോൾ സിന്ധുവിന് വല്ലാത്ത ടെൻഷനായി. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇഷാനിയും ഹൻസികയും കൂട്ടി ആശുപത്രിയിലേക്ക് എത്തിയത്. വ്ളോഗിൽ അത് സിന്ധു പറയുന്നുണ്ട്. അത്ര സീരിയസ് ആയ ഒരു പ്രശ്നമായി പറയണ്ട അമ്മ എന്ന് ഇഷാനി പറയുമ്പോഴും ഇത് സീരിയസ് തന്നെയാണ് എന്ന് സിന്ധു തിരുത്തി പറയുന്നുണ്ട്. ഇഷാനി ജിമ്മിൽ പോയിട്ട് എന്തോ ചെയ്ത് കാലിന് ചെറിയ പരിക്കുണ്ട്. അങ്ങനെ നീരായി വന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകാമെന്ന് കരുതി. ഇഷാനിയോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് ഹൻസകുട്ടി കൂടി ഞങ്ങളുടെ കൂടെ വരികയാണ്. ഇതാണ് ഇപ്പോൾ സിന്ധു വ്ളോഗിൽ പറയുന്നത്. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇഷാനി പറയുമ്പോഴും പ്രശ്നമുണ്ട് എന്ന് തിരുത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാക്കുകളും എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാം. അതിന് കാരണവും എല്ലാവരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാക്കായി തന്നെ മാറുന്നു എന്നതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് അത് വളരെയധികം മനസ്സിലാകുന്നു എന്നതുകൊണ്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നു എന്നതുകൊണ്ടും വളരെയധികം സത്യസന്ധമായി തന്നെയാണ് സിന്ധു ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ കുടുംബം എന്ത് പങ്കുവച്ചാലും അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകാറുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട്. ഇപ്പോൾ ഇഷാനിയാണ് സംസാര വിഷയം. പൊതുവെ ഇഷാനിയുടെ ഇത്തരം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് താരത്തിന് ഇഷ്ടമല്ല. എന്നാൽ സിന്ധു എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എ വീക്ക് വിത്ത് മൈ കിഡ്സ് എന്നൊരു ക്യാപ്ഷനാണ് ഈ ഒരു വ്ളോഗിന് തന്നെ സിന്ധു നൽകിയിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.